ഞങ്ങളുടെ ഒരു കുഞ്ഞ് പാലക്കാട് യാത്രയാണിത്. രാവിലെ ഒരു 6 മണിക്ക് ഞങ്ങൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. അങ്ങനെ വലിയ യൂട്യൂബറൊന്നുമല്ല, ഞങ്ങളൊരു മെമ്മറീസ് നമ്മുടെ ഒരു മെമ്മറിക്ക് വേണ്ടി സൂക്ഷിച്ച് വെക്കാൻ വേണ്ടി വീഡിയോ ഒക്കെ എടുത്ത് യൂട്യൂബിൽ ഇടുന്നേ ഉള്ളൂ. രാവിലെ ഓലയിൽ നിന്നാണ് ഞങ്ങൾ കഴിച്ചത്, തൃശ്ശൂരുള്ള. ഇവിടുന്ന് കഴിച്ചിട്ട് ഞങ്ങൾ നേരെ പോയത് ഉത്രാളിക്കാവിലേക്കാണ്. അവിടെ നല്ല വ്യൂ ആണെന്ന് പറയും. വീഡിയോസിലും ഷോർട്സിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. പക്ഷേ കണ്ടതിനേക്കാളും നല്ല ഭംഗിയായിരുന്നു നേരിട്ട്. നമ്മൾ വീഡിയോയിൽ കാണുന്നതിനേക്കാളും നല്ല ഭംഗിയായിരുന്നു നേരിട്ട് കാണാനായിട്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഭംഗി എന്ന് പറഞ്ഞാൽ ആ പുറമേ കൂടി പോകുന്ന ആ ട്രെയിൻ തന്നെയാണ്. അത് കാണാൻ വേണ്ടി ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. കാരണം ആ ട്രെയിൻ വരുന്ന സമയം കറക്റ്റ് അറിയില്ലാത്തതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. ഇതൊക്കെയായാലും അത് ഭയങ്കര ഭംഗിയാണത് കാണാൻ തന്നെ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോയത് ഒരു ഫിലിമൊക്കെ ഷൂട്ട് ചെയ്ത മഴവിൽക്കാവടി അതുപോലുള്ള ഒരുപാട് ഫിലിമൊക്കെ ഷൂട്ട് ചെയ്ത ഒരു സ്ഥലത്തോട്ടാണ്. നമ്മളത് വീഡിയോയിലൊക്കെ കാണുമ്പോൾ നല്ല പച്ചപ്പുള്ള സമയത്തായിരുന്നു നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം വീഡിയോയിൽ കാണുന്ന ഒരു കറക്റ്റ് ഭംഗി നമ്മൾ പോയപ്പോൾ കിട്ടിയില്ല. കാരണം അതൊക്കെ കഴിഞ്ഞ് ചെളി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അത്യാവശ്യം എൻ്റെ ഒരു ഭംഗി കിട്ടിയില്ല. എങ്കിൽ പോലും എന്തോ ഒരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു അതിനൊരു. കാരണം അവിടേക്ക് ഇരുന്നിട്ട് നമുക്ക് അവിടെ പോരാൻ തോന്നുന്നില്ലല്ലേ. ഞങ്ങളൊരു 11 മണി ആ ഒരു സമയത്തായതുകൊണ്ട് അത്യാവശ്യം നല്ല വെയിലും ഇതൊക്കെയായിരുന്നു. പക്ഷെ എന്നിട്ട് പോലും അതൊന്നും നമ്മളെ അങ്ങനെ ബാധിക്കുന്നുണ്ടായിരുന്നില്ല. കാരണം അത്രയും ഭംഗിയുണ്ടായിരുന്നത്. അതിൻ്റെ കൂടെയുള്ള ആ പുഴയാണെങ്കിലും എല്ലാം ഒരു പ്രത്യേക വൈബായിരുന്നു. ഞങ്ങൾക്ക് ഒരുപാട് സ്ഥലങ്ങൾ കവർ ചെയ്യാനുള്ളതുകൊണ്ട് നമുക്ക് ഒരുപാട് സമയം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. മോനാണെങ്കിലും സാധാരണ പിള്ളേർക്ക് ഈ ഒരു ഏജിലെ പാർക്കും അതൊക്കെയാണ് ഇഷ്ടം. പക്ഷെ അവനെ എന്തോ നെൽപ്പാടങ്ങൾ ഇതൊക്കെ കണ്ടിട്ട് അവന് ഭയങ്കരമായിട്ട് അവൻ എൻജോയ് ചെയ്യുമായിരുന്നു. അവനവിടെ നിന്ന് പോരണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ നടക്കാനൊക്കെ ഭയങ്കര ആഗ്രഹമാണ്. സാധാരണ ചെളിയൊന്നും കാലിൽ കൊള്ളാവുന്ന ആൾക്കത്ര എന്തോ പോലെയാണ്. പക്ഷേ ഇതൊക്കെ അവൻ എന്തോ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഞങ്ങളും കുറച്ച് കൂടുതൽ ഹാപ്പിയായി അവനും കൂടെ എൻജോയ് ചെയ്യണം. അപ്പം നെല്ലൊക്കെ കാണിച്ചു കൊടുത്തു അവനെ. അങ്ങനെ ഒരു 2 ഡേ ട്രിപ്പായിരുന്നു ഞങ്ങളുടെ. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ പിന്നെ ഒരു അമ്പലം, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി, പല്ലശ്ശനയാണോ അങ്ങനെ എന്തോ. പോണ വഴിക്കൊക്കെ റൂട്ടും കാര്യങ്ങളും എന്നൊക്കെ പറഞ്ഞാൽ നല്ല ഭംഗിയായിരുന്നു. ഈ പോകുന്ന പാടം മൊത്തം ഇവൻ ഇറങ്ങണം. പാടം കണ്ട അപ്പം അവനവിടെ ഇറങ്ങണം. അത് നമ്മളിങ്ങനെ കാണിച്ചു തരും. ആളെന്തായാലും നല്ല ഹാപ്പിയാണ്. അതായത് ഞങ്ങൾ ഒരു പല്ലശ്ശന ആ ഭാഗത്തോട്ടാണ് പോയത്. ആ അമ്പലത്തിൻ്റെ പേര് ഞാൻ മറന്നു പോയായിരുന്നു. പക്ഷേ ആ അമ്പലമാണെങ്കിലും കയറി പോകുമ്പോഴുള്ള വ്യൂ നല്ല ഭംഗിയായിരുന്നു. ഞാൻ മാത്രമേ കയറിയുള്ളൂ. അത്യാവശ്യം ഇത് കയറാനുള്ളത് കുഞ്ഞിനെ അവർ വന്നില്ല, ഞാൻ മാത്രം കയറിയുള്ളൂ. ആ മരമാണ് അതിന് കൂടുതൽ ഭംഗിയാക്കുന്നത്. മരം നല്ല ഭംഗിയാണ് നടന്നിരിക്കുന്നതാണ് അമ്പലത്തിൻ്റെ സൈഡിലായിട്ട്. കാരണം നല്ല വെയിലായിട്ട് പോലും ആർക്കും അതൊരു വിഷയമല്ല. കാരണം അതിന് ആ വെയിലൊന്നും നമുക്കൊരു ബാധിക്കാത്ത രീതിയിലുള്ളൊരു ഭംഗിയായിരുന്നു ആ സ്ഥലത്തിലൊക്കെ. പിന്നെ ഞങ്ങൾ ആ പോകുന്ന റൂട്ട് തന്നെ ഒരു ഭംഗിയാണ്. കാരണം നമുക്ക് ഈ പോകുന്ന റൂട്ടിലൊക്കെ നമുക്കിങ്ങനെ ഇറങ്ങാൻ തോന്നുമായിരുന്നു. പാലക്കാടിൻ്റെ ഭംഗിയില്ലാത്ത ഏരിയ ഏതാണെന്ന് അറിയാൻ പാടില്ല. കാരണം ഞങ്ങൾ പോയ ഏരിയയിൽ ഏത് നോക്കുമ്പോൾ നമുക്ക് അവിടെ ഇറങ്ങണം എന്ന് തോന്നും. പക്ഷേ ഒരുപാട് സമയമില്ലാത്തതുകൊണ്ട് അല്ല, ഞങ്ങൾക്ക് എല്ലാ സ്ഥലത്തും അങ്ങനെ ഇറങ്ങാനൊന്നും പറ്റിയില്ല. ഞങ്ങൾ വീഡിയോയിലൊക്കെ കാണുന്ന ചില സ്ഥലങ്ങളൊക്കെ അതിലൊരു സ്ഥലമാണ് ഈ പല്ലശ്ശന ആ ഭാഗത്തുള്ള, എനിക്ക് തോന്നുന്നത് ഇതാണെന്ന് തോന്നുന്നു ആ ഒരു സ്ഥലം. അത് വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം അവിടേക്ക് ഇറങ്ങണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഇറങ്ങാനൊന്നും പറ്റിയില്ല. കുറേ സ്ഥലങ്ങൾ കവർ ചെയ്തു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ കുടിലിടം ആ ഒരു ഭാഗത്തോട്ടാണ് പോയത്. കാളവണ്ടിയൊന്നും അപ്പൂസ് കണ്ടിട്ട് പോലുമില്ല. അങ്ങനെ അതുകൊണ്ട് മൊത്തത്തിൽ ത്രില്ലായിരുന്നു ആൾക്കെല്ലാം. ഈ വീഡിയോ പാർട്ട് 1 ഇവിടെ